അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की स्तुति हो। आज एक और बात സാധാരണ ശനിയാഴ്ച ആയിരുന്നു നമ്മൾ കൂടി വരുന്നത്, എന്നാൽ ഇന്ന് വെള്ളിയാഴ്ച കൂടി വരുവാൻ സാധിച്ചു. താങ്ക് യു ഫോർ മേക്കിംഗ് ദ അഡ്ജസ്റ്റ്മെന്റ്. ഐ എം ഗ്രേറ്റ്ഫുൾ. अधिकतर दिन में हम लोग शनिवार को इकट्ठा होता था, लेकिन आज हम लोग थोड़ा सा शुक्रवार को इकट्ठा होने के लिए कारण हुआ, लेकिन इस तरीके के लिए प्रभु को धन्यवाद करता। നിങ്ങളോട് ഒരുമിച്ചുള്ളതായ കൂട്ടായ്മ ഒരിക്കലും മുടങ്ങിപ്പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നത്. താങ്ക് യു സോ മച്ച്. और आप लोग के साथ जो संगति जो है कभी भी जो है खत्म होना हम नहीं चाहते हैं, या उसमें बाधा आना हम नहीं चाहते हैं। इसलिए हम सोचा कि अगर शनिवार नहीं करे तो हम शुक्र को करेंगे. അധികം മുഖവര കൂടാതെ തന്നെ ദൈവവചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്ന വിഷയം വളരെ ഭയത്തോടുകൂടിയും വളരെ വിറയലോടുകൂടിയും വളരെ ആദരവോടുകൂടിയും ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നും സ്വീകരിച്ച ഒരു വചനമാണ്. और आज जो है परमेश्वर के वचन जो बात करने जा रहा है, वो वचन बहुत गंभीर तौर से जो है और बहुत कांपते हुए और भय के साथ परमेश्वर से मैंने प्राप्त किया हुआ एक वचन है. വളരെ ഗഹനമായ വിഷയമൊന്നുമല്ല, പക്ഷെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഗിദെയോന്റെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. और ये जो है बहुत गहरा बात तो नहीं है, लेकिन हमारे आत्मिक जीवन के लिए, उन्नति के लिए बहुत बहुमूल्य बात है और बहुत मुख्य बात है. इसलिए हम लोग गिदೆയോൻ के बारे में हम लोग बीते दिन से सीख आ रहा थे. ഗിദെയോന്റെ ജീവിതത്തിലെ വിജയങ്ങൾക്ക് ശേഷം തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഫേസിലേക്ക് താൻ വന്നിരിക്കുകയാണ്. और गिदೆയോन का जिंदगी का अलग अलग विजय के बाद जो है वो जिंदगी का एक आखिरी समय तक उन्होंने पहुंच गया. അതുകൊണ്ട് തന്നെയാണ് ഈ പഠന പരമ്പരയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, ഇവരുടെ വിശ്വാസ വീരന്മാർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇവരെ സാക്ഷികളുടെ ഒരു സമൂഹം എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടി അനുയോജ്യമായിരിക്കുന്നത് അല്ലെങ്കിൽ ഔചിത്യമായിരിക്കുന്നതെന്ന് ഞാൻ പറയാനിടയാക്കി. तो मैंने जो है इस पढ़ाई का शुरुआत में ये कहा था कि ये लोग को विश्वास के वीर पुरुष या स्त्री बुलाने से अच्छा ये है कि ये लोग गवाहों के बड़ा एक समूह है, वैसे बुला सकता है. കാരണം ഇവരുടെ ജീവിതത്തിൽ നിന്നും വിജയങ്ങളുടെ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പരാജയങ്ങളുടെ പാഠങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. क्योंकि इन लोग का जिंदगी से जब जय का जो है पाठ सीखने के साथ ही साथ इन लोगों को जो हुआ है पराजय का पाठ भी हमें सीखने का जरूरत है. പലരുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചൂണ്ടുപലകകളാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു, the struggles he went through, the wrong decisions he made. അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പാഠങ്ങളാണ്. അതുകൊണ്ടാണ് ഇവർ ടെസ്റ്റിമണീസ് ആയി, സാക്ഷ്യങ്ങളായി നിലനിൽക്കുന്നത്. और हम लोग अब्राहम का जो है जिंदगी से हम लोग ये देखा कि अब्राहम का जीवन में भी अलग अलग जो है असफलता हुआ है, और ये असफलता से हमें काफी चीज जो है सीखने के लिए है. और इन लोग का जिंदगी इसलिए हमारे सामने खड़ा है कि इन लोग का विजय से हम लोग जो बात सीखते हैं, साथ ही साथ पराजय से भी हम लोग अलग अलग बात सीखे. അങ്ങനെ ഒരു അനുഭവം ഗിദെയോന്റെ ജീവിതത്തിലും ഉണ്ടായി. അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെ ഇടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇറ്റ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്. ഇത് ഒഴിവാക്കാമായിരുന്നു എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു അനുഭവം ഗിദെയോന്റെ ജീവിതത്തിൽ ഉണ്ടായി. इस प्रकार का एक समस्या गिदೆಯೋन का जिंदगी में भी हुआ. गिदೆಯೋन का जीवन का आज का जो है भाषण के लिए मैंने यही शीर्षक जो है देना चाहते हैं कि वो बातों को जो है छोड़ सकता था, या ये बातों को जो है इनकार कर सकता था. उस प्रकार का एक शीर्षक मैंने जो उसको देना चाहते. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ചെയ്തു കഴിഞ്ഞ ശേഷം നമുക്കൊരു അവസരം ലഭിച്ചാൽ നമ്മൾ പറയും, അയ്യോ അത് ചെയ്യണ്ടായിരുന്നു, ഐ കുഡ് ഹാവ് അവോയ്ഡഡ് ദാറ്റ്. और हमारा जिंदगी में एक काम करने के लिए या कोई कुछ कार्य करने के लिए जो हम इच्छा नहीं करते हैं, करने के लिए हमें जब मौका मिलते हैं और हम करते हैं, करने के बाद हम हो सकता है ऐसे सोचेंगे कि उसको तो नहीं करना चाहिए था, वो हमारा जीवन में नहीं आना चाहिए था. നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് പറഞ്ഞ വാക്കുകളും കഴിഞ്ഞുപോയ സംഭവങ്ങളും ഒന്നും ചരിത്രത്തിൽ പോയി തിരുത്തുവാൻ നമുക്ക് സാധിക്കില്ല. और हमारा जो है इंसानिक जो है या मनुष्य का एक क्या बोलते हैं, एक सीमा यही होते हैं
कि जो चीज हमारा पुराना समय में या पुराना समय में जो हुआ था, भूतकाल में जो हुआ था, वो भूतकाल का कोई भी अवस्था को हमें वहां जाके बदल नहीं सकता है। അതുകൊണ്ടാണ് ബൈബിളിൽ അല്ലെങ്കിൽ ഈ സാക്ഷികൾ നമ്മളോട് പറയുന്നത്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾക്ക് മുമ്പിൽ നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം, അതിന്റെ ആവശ്യകത ഈ സംഭവം നമ്മെ വീണ്ടും 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 പഠിപ്പിക്കുകയാണ്. വി ഷുഡ് വാക്ക് ഇൻ ദ സ്പിരിറ്റ്. और इसीलिए गवाहों का समूह जो है हमें ये बात सिखाते हैं कि आप जो है आत्मा के आधार पर चलना है, और इन लोग का जो है जिंदगी से अलग अलग बात जो है सीख के जो है चलना है. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഇടപെടുന്ന വിഷയങ്ങൾ, നമ്മുടെ പ്രതികരണങ്ങൾ, ഇതിലെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് തിരുത്തുന്നതിനേക്കാൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സങ്കീർത്തനം 139 പറയുകയാണ്, എന്റെ വായിലെ വാക്കുകൾ ഉളവാകുന്നതിന് മുൻപേ നീ അതറിയുന്നു. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ശോധന ചെയ്തിട്ട് ഹൃദയം ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട്. और हम लोग जो है जिंदगी में एक चीज समझना चाहिए कि अलग अलग चीज हमारा जीवन में होने के बाद हम पछताने से अच्छा यही है कि उस प्रकार की अवस्था हमारा जीवन में नहीं होने के लिए हम लोग प्रयास करें. परमेश्वर का वचन जो है भजन संहिता 149 में इस प्रकार लिखा हुआ है कि मेरे मुंह से निकलने वाला बातों को भी तुम पहले से जानते हैं. तो परमेश्वर पहले जानने वाला अलग अलग अवस्था को हम लोग अगर उसको हटा सकता है हमारा जीवन में, जो चीज नहीं होना है उसको हमारा जिंदगी में नहीं आने के लिए हम लोग रोक सकता है, वो हमारे लिए सबसे बेहतर होगा. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗിദെയോന്റെ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ന്യായാധിപന്മാരുടെ പുസ്തകം आ सकता हूं. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. हम लोग गिdeon 8:27 न्यायों का किताब जो है 8वां अध्याय और उसका 27वां पद में हम लोग का ध्यान को आज के मनन के लिए केंद्रित करेंगे. न्यायों का किताब उसका 8 अध्याय और उसका 27 पद. Gideon made the gold into an ephod, which he placed in Ophrah his town. All Israel prostituted themselves by worshipping it there, and it became a snare to Gideon and his family. 27 पद में लिखा है, उनको गिदयोन ने एक एफोद बनाकर अपने ओप्रा नामक नगर में रखा, और सारे इसराइल वहां व्यभिचारिणी के समान उसके पीछे हो लिया, और वो गिदयोन और उसके घराने के लिए फंदा ठहरा. ഓ, ഇത്രമാത്രം ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരു താഴ്ന്ന രീതിയിൽ നിന്ന്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, എംപവറിംഗ് ദ വീക്കസ്റ്റ്, ഒരു യോഗ്യതയും ഇല്ലാതെ ദൈവം ഉയർത്തി ഇസ്രായേലിനെ മിദ്യാനരുടെ കയ്യിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം നിയുക്തനാക്കിയതായ ന്യായാധിപന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ സംഭവിച്ച ഒരു കണി, ഒരു സ്നേർ. देखिए कि उनका परिवार जो है सबसे छोटा था, उस परिवार से परमेश्वर ने उनको उठाया, और इसराइलियों का बीच में परमेश्वर ने उसको आदर करके उसको अलग अलग जो है तरीका में आदर किया, और परमेश्वर की अगुवा जो है बना दिया. लेकिन आखिर में उनका जीवन में होने वाला एक फंदा के बारे में हम लोग आज देखेंगे. ഓ, എത്രയോ ദുഃഖകരമായ ഒരു സത്യമാണ്. അവിടെ ജനം എന്ത് ചെയ്തു? അവിടെ വന്ന് വ്യഭിചരിക്കുവാൻ, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പറയുന്ന അന്യാരാധന ചെയ്യത്തക്ക രീതിയിൽ ആ സംഭവം ഇസ്രായേലിൽ ഒരു കണിയായി മാറി. और यहाँ पे क्या हुआ, आखिरी उनके जीवन का आखिरी समय में उन्होंने जो है किया हुआ एक कार्य के कारण इस्राएली लोग जो है वहां पे आके व्यभिचार करने के लिए, मतलब वे लोग जो है मूर्ति पूजा करने के लिए या दूसरा देवी देवताओं का जो है उपासना करने का जो है एक फंदा उन गिदयोन के कारण वहां पे होना पड़ा. നമുക്ക് അതിന്റെ പശ്ചാത്തലം ഒന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 22 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ തുറന്നു വെക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളാണ് ഈ പറയുന്ന സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. और आज जो है हम लोग मनन करने वाला बात का भाग का जो है पृष्ठभूमि उसका 22 से लेकर 27 पद तक है. इसलिए मैं आपसे आग्रह करता हूं, कृपया करके अपना बाइबल को खोल कर रखिएगा.
न्यायियों की किताब 8 अध्याय और उसका 22 से लेकर 27 पद तक हम लोग ध्यान करेंगे। അവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ said to Gideon, rule over us, you, your son and your grandson, because you saved us from the hand of Midian. But Gideon told them, I will not rule over you, nor will my son rule over you. The Lord will rule over you. അതുവരെ ഗിദെയോൻ പറഞ്ഞത് വളരെ വാസ്തവമാണ്. 24ാമത്തെ വാക്യം. और गिदयोन ने जो है 22 पद में लिखा है कि तब इस्राएली के पुरुष ने गिदयोन से कहा, तू हमारी ऊपर प्रभुता कर, तू और तेरे पुत्र और पोता भी प्रभुता करे, क्योंकि तूने हमको मिद्यान के हाथ से छुड़ाया है। गिदयोन ने उसे कहा, मैं तुम्हारे ऊपर प्रभुता ना करूंगा और ना मेरा पुत्र तुम्हारे ऊपर प्रभुता करेगा, यहोवा ही तुम पर प्रभुता करेगा। तो 23 पद तक जितना बात जो है गिदयोन के मुंह से निकला है वो सब जो है अच्छा बात निकला और हकीकत भी था। പക്ഷേ 24ാമത്തെ വാക്യം തുടങ്ങുന്നു, I do have a request. എന്താണ് റിക്വസ്റ്റ്? You give me an earring from your share of the plunder. മിദ്യാന്യരുടെ കയ്യിൽ നിന്നും വാങ്ങിയതിൽ നിന്നും ഒരു ഇയർ റിംഗ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി തരണം. 25ാമത്തെ വാക്യം, they answered, we will be glad to give them to you because you are our hero right now. So they spread out a garment and each of them threw a ring from his plunder unto it. और उसका 24 पद से पढ़ेंगे, कृपया ध्यान कीजिएगा। फिर गिदयोन ने उनसे कहा, मैं तुमसे सच मांगता हूं, मैं तुमसे कुछ मांगता हूं, अर्थात तुम मुझको अपनी अपनी लूट में की बालियाम दो। वे तो इस्राएली थे, इस कारण उनकी बालियाम सोने की थी। उन्होंने कहा, निश्चय हम देंगे। तब उन्होंने कपड़ा बिछाकर उसमें अपनी अपनी लूट में से निकालकर बालियाम डाल दी। जो सोने की बालियाम उसे मांग ली, उनका तोल 1700 शेकल हुआ। ഓ, അത്രമാത്രം ശേഖരിക്കപ്പെട്ടു. അത് അടുത്ത വാക്യം വായിക്കുക. അത് ശേഖരിക്കപ്പെട്ട ശേഷം എന്ത് ചെയ്തു? 27ാമത്തെ വാക്യം, അതാണ് നമ്മൾ വായിച്ചത്. 27ാമത്തെ വാക്യം. और उसका 26 पद में लिखा है कि कितना जो है सोना उनके पास आ गया है। वहां पे लिखा हुआ है कि 1700 शेकल जो है सोना का बालियाम उनके पास आ गया। लेकिन आने के बाद क्या हुआ? 27 पद में लिखा है, उनका गिदयोन ने एक एफोद बनवाकर अपने ओप्रा नामक नगर में रखा और सारा इस्राएल वहां व्यभिचारिणी के समान उनके पीछे हो लिया और वो गिदयोन और उसके घराने के लिए फंदा ठहरा। ഓ, എവിടെ സ്ഥാപിച്ചു? ഒഫ്രയിൽ സ്ഥാപിച്ചു. कहां पे स्थापना किया? गिदयोन ने एफोद बनाकर जो है ओप्रा में नामक एक नगर में उसको रख लिया। എന്താണ് ഒഫ്രയുടെ പ്രത്യേകത? അവിടെ വെച്ചാണ് യഹോവ അവനെ നിയോഗിച്ചയച്ചത്. ओप्रा का विशेषता क्या है आपको मालूम होगा कि गिदयोन को परमेश्वर ने नियुक्त किया हुआ जगह है ओप्रा। അവിടെ തന്നെ താഴ്മയുടെയും ദൈവത്തിന്റെ മഹത്വത്തിന്റെയും കേന്ദ്രമാകേണ്ട സ്ഥലം ഇപ്പോൾ അന്യ ആരാധനയുടെ കേളിരംഗമായി മാറിക്കഴിഞ്ഞു. और ओप्रा जहां पे जो है नम्रता और परमेश्वर की महिमा या आराधना होने वाला जगह में, वहां पे गंदा काम या गलत काम करने का एक जगह की तरफ जो है वो जगह बदल गया। എന്നാൽ വേദ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എഫോദ് എന്ന് പറയുന്നത് വസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മോണിമെന്റ് ആയിരിക്കാം. പക്ഷേ ഗിദെയോൻ ഒരു പക്ഷേ ഒരു ഓർമ്മയ്ക്കായിട്ട് നല്ല മനസ്സിൽ പണിതതായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. और एफोद क्या है करके अलग अलग चर्चा होते हैं। कुछ लोग बोलते हैं कि एक तरह का कपड़ा है। कुछ भी हो, गिदयोन जो है एफोद जो बना दिया है वो कोई जो है एक अच्छा उद्देश्य के साथ तो बनाया है करके हमें अनुमान कर सकता है। അതായത് യഹൂദ പുരോഹിതന്മാർ ധരിച്ചിരുന്ന വസ്ത്രമാണ് എഫോദ്. അപ്പോൾ എഫോദിനെ കൈകാര്യം ചെയ്യേണ്ടത് വളരെ ഭയഭക്തിയോടുകൂടിയായിരിക്കണം. കാരണം യഹോവയുടെ ആലോചനയ്ക്ക് കൊണ്ടുവരേണ്ടതായ ഒരു സംഭവമാണ് എഫോദ്.
അതാണോ അവിടെ പണിതത് അതോ മറ്റൊരു മോണ്യുമെന്റ് ആണോ എന്ന് നമുക്ക് അറിയുകയില്ല. എന്നാൽ അതാണെങ്കിൽ തന്നെ വാട്ട് എവർ ഇറ്റ് മേ ബി അവിടെ നടന്ന സംഭവത്തിന്റെ പരിണിത ഫലം വെച്ച് നോക്കുമ്പോൾ യഹോവയ്ക്ക് അനിഷ്ടമായ ഒരു സംഭവമായി അത് മാറി എന്നുള്ളതാണ്. और एफोद जो है याजक लोग पहनने वाला एक कपड़ा जैसा एक कपड़ा होता है कि उन्होंने वही कपड़ा बनाया है या उस जो है बालियों को लेकर जो है कुछ स्मरण रखने के लिए और कुछ बनाया है, पक्का जो नहीं मालूम है, लेकिन उन्होंने जो बनाया है, जो एफोद जो बनाया प्रभु के नाम के लिए जो बनाया है, अपने लिए बनाया है, वो लोगों को पाप कराने का या उनका जिंदगी में फंदा होने का एक कारण बन गया. അത് ഗിദെയോന്റെ ജീവിതത്തിൽ എന്തായി മാറി? ഒരു കണിയായി മാറി എന്നാണ് എഴുതിയിരിക്കുന്നത്. वो गिदोन का जिंदगी में एक फंदा बन गया करके लिखा. നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം, എങ്ങനെയായിരിക്കും ഗിദെയോൻ അത് കണിയായി തീരുമോ എന്ന് എങ്ങനെ അറിയാം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ന്യായമായ ഒരു ചോദ്യമാണ്. आपने जो है हो सकता है कि सवाल पूछेंगे, ये तो बनाने से पहले गिदोन को कैसे मालूम था कि ये उनका जिंदगी का एक फंदा बन जाएंगे? ये सवाल साधारण सवाल है. ഗിദെയോനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഗിദെയോനെ 32,000 പേരിൽ നിന്ന് 300 പേരെ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്യുവാൻ ദൈവം ചിലതായ കാര്യങ്ങൾ ചെയ്ത് അതിന് തക്കതായ മറുപടി നിനക്ക് തന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, വിജയത്തിന്റെ ആഹ്ലാദ തിമർപ്പിൽ ഈ ഒരു സംഭവം ചെയ്യുന്നതിന് മുൻപ് നീ ദൈവത്തിന്റെ ആലോചന ചോദിച്ചു എന്നാണ് എനിക്ക് ഗിദെയോനോട് ചോദിക്കുവാനായിട്ടുള്ളത്. और हमको एक सवाल गिदोन से पूछना है. गिदोन 32,000 जन से उसको परमेश्वर 300 कर दिया है और 300 जन को लेकर तुम जो है मिद्यानी लोगों को जीत लिया है और उसी में परमेश्वर के आदेश के आधार पर तुम काम किया. तो अभी जो है ये सोना का एफोद बनाने के लिए क्या तुम प्रभु के आदेश को मांग लिया था? क्या तुम परमेश्वर से जो है मैंने पूछा था कि इस प्रकार करना है कि नहीं करना है? ഓ പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതൊരു സമയത്തും വിജയത്തിന്റെ ആഹ്ലാദത്തിലും ദൈവം നമ്മളോട് കൂടെ ഇരുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ഇന്നലകളുടെ വിജയം നമ്മെ ദൈവാശ്രയത്തിൽ നിന്നും ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്നതിൽ നിന്നും നമ്മെ ഇന്നും നാളെയും പിന്തിരിപ്പിക്കുവാനിടയായി തീരരുത്. ഇന്നലകളുടെ വിജയങ്ങൾ അതിനൊരു തടസ്സമായി മാറരുത്. ഹല്ലേലൂയ. और एक चीज हमें समझना चाहिए कि कल हमें हुआ जो विजय, और हम जब विजय होते हैं, अलग अलग चीज हम हासिल करते हैं, उसका एक जो है हर्ष जो हमारे अंदर में जो होते हैं, उसके एक आनंद हमारा जीवन में जो होते हैं, हमने फलना चीज हासिल किया, फलना कार्य हम किया है, फलना तरीका में हम काम कर रहा है, वो कभी भी परमेश्वर का जो है परमेश्वर से सलाह लेने से आपको रोकना नहीं है. प्रभु का सलाह आपको लेने में वो एक बाधा नहीं होना चाहिए. ഓ നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുത്. തീരുമാനങ്ങൾ ഒരു പക്ഷേ ജനറേഷണൽ വരെ ഇമ്പാക്ട് ഉണ്ടാകുന്ന ചില തീരുമാനങ്ങളായിരിക്കാം, ഹു നോസ്. എന്നാൽ ഇന്നലെ നമ്മളോട് കൂടെ ഇരുന്ന ദൈവം, ആലോചന പറഞ്ഞു വരുന്ന ദൈവം ഇന്നും നമ്മുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഓരോ തീരുമാനങ്ങളും ദൈവത്തിന്റെ ഹിതപ്രകാരം എടുക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. और कभी भी हम भावनात्मक होके कोई निर्णय नहीं लेना चाहिए. भावनात्मक होके हम परमेश्वर का नियमों को तोड़ना नहीं चाहिए, क्योंकि बीते दिन तक हम जो निर्णय लिया परमेश्वर की जो है सलाह के आधार पर, प्रभु के वचन के आधार पर जो निर्णय लिया, अभी भी हमें उसी प्रकार निर्णय लेना चाहिए जो परमेश्वर की सलाहों को लेकर निर्णय करना चाहिए. ഓ പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ ഗിദെയോൻ വിചാരിച്ചു കാണും, എന്നെ തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം എടുത്തതെന്നാൽ അത് പിന്നീട് ഒരു അന്യാരാധനയുടെ, ദൈവത്തിന്റെ മഹത്വത്തിനെ ദോഷം സംഭവിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ മഹത്വത്തെ ലഘൂകരിക്കുന്ന ഒരു സംഭവമായി മാറി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചത്, ഇത് ഗിദെയോനും കുടുംബത്തിനും ഒരു കണിയായി മാറി. और गिदोन हो सकता है कच्चा मन के साथ किया हुआ काम है, लेकिन उन्होंने जो किया हुआ काम जो है परमेश्वर का महिमा घटने के एक कारण हो गया, और लोग जो है वहां पे आके गंदा काम करने के एक कारण बन गया. इसलिए परमेश्वर का वचन लिखा है, गिदोन ने जो किया है उसको और उनके परिवार को एक फंदा का कारण हो गया. ഞാൻ മുന്നോട്ട് പോകട്ടെ. 4 പ്രാക്ടിക്കൽ
ലെസൺസ് ഇതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ അവസാന നിമിഷത്തിൽ ചില നിമിഷങ്ങളിൽ അവസാനത്തിലോ അല്ലെങ്കിൽ ചില ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്ന ചിലരെയും കൂടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ ഇന്നത്തെ രാത്രി കാലത്ത് ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. और मैंने जो है जल्दी जाना चाहते हैं, इसका सोच जो है आगे बढ़ने के वक्त में इस प्रकार जिंदगी में गलत निर्णय लेके फिर पछताया हुआ कुछ लोगों को आपके सामने प्रस्तुत करके मैंने जो है आज समाप्त करेंगे. What it teaches us practically എന്താണ് ഇത് നമ്മളോട് പറയുന്നത്? Number one, we should be extremely cautious when limelight fall on us. നമ്മുടെ ജീവിതത്തിലേക്ക് ലൈംലൈറ്റ് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ആവശ്യകതയുണ്ടെന്ന് നമ്മെ ഇത് ഒന്നാമതായിട്ട് പഠിപ്പിക്കുകയാണ്. सबसे पहले जो है बात जो है ये सिखाते हैं, जब लोग जो है आपके ऊपर जब देखने लगेगा, लोग जो है आपको जो है ध्यान करने का एक समय होते हैं, उस वक्त में आपको 2 गुना जो है परवाह रखने का जरूरत है, 2 गुना आपको ख्याल रखने का जरूरत है अपने बारे में. ലൈംലൈറ്റ് നമ്മുടെ മേൽ വരുമ്പോൾ ഒരുപക്ഷെ ശുശ്രൂഷയിലെ വിജയത്തിലായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിലെ വിജയത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണെങ്കിലും ദൈവം തന്ന അനുഗ്രഹങ്ങളുടെയും താലന്തുകളുടെയും വെളിച്ചത്തിൽ നമ്മുടെ മേലിലേക്ക് അല്ലെങ്കിൽ ലൈംലൈറ്റ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തി പറഞ്ഞോണം, കർത്താവേ, let the limelight be not be upon me, it should be upon you. കർത്താവേ, ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് മാത്രം നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് താഴ്ത്തുവാനായിട്ട് ഇടയായിത്തീരണം. जब हम लोग प्रकाशमय हो जाता है, हो सकता है परमेश्वर का कोई वरदान के कारण, हो सकता है परमेश्वर के कोई आशीष के कारण, हो सकता है हमारा पढ़ाई का जो है कोई विजय के कारण लोग जो है हमारे ऊपर में ध्यान करते हैं, या हम लोग जो है प्रकाशमय जब होते हैं उस वक्त में एक चीज हमें जो है ध्यान करना जरूरी है कि हमारा महिमा हम न ले मगर परमेश्वर को देने के लिए हम प्रयास करें. जिस अवस्था में परमेश्वर ने हमें लाया उस अवस्था के लिए नम्र होकर, प्रभु आपने हमें इसको लाया है, इसको योग्य आपने हमें बनाया है करके पूरा महिमा हम परमेश्वर को लौटाना चाहिए या परमेश्वर को देना चाहिए. ഇവിടെ എന്ത് സംഭവിച്ചു? ജനങ്ങൾ വന്ന് ഗിദെയോനോട് പറയുകയാണ്, ഓ യു ആർ മൈ ഹീറോ, യു ആർ അവർ ഹീറോ, നീയാണ്, നിന്റെ മകൻ, നിന്റെ പൗത്രൻ, നിന്റെ ഗ്രാൻഡ്സൺ, നിങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങളെ രക്ഷിച്ചത്, യഹോവയാണ് രക്ഷിച്ചതെന്ന് ഗിദെയോൻ പറഞ്ഞതെങ്കിലും ഇസ്രായേലിന്റെ മനസ്സിൽ മൊത്തം കിടക്കുന്നത് ആരാണ് രക്ഷിച്ചത്? ഓ, ഗിദെയോനാണ് രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഗിദെയോൻ സ്ഥാപിച്ച മോണ്യുമെന്റ് അവരുടെ ദൈവമായി മാറുവാനിടയായി തീർന്നു. और वहां पे जो इस्राएली लोग आके बोल रहा है गिदೆಯೋन से, गिदೆಯೋन जी तूने हमारा जो है एक क्या बोलते हैं एक हीरो है, तूने हमारा नेता है, तुम्हारा बेटा जो है हमें शासन करने दीजिए. अच्छा बात जो है बोल दिया. और उसके बाद जो है गिदೆಯೋन ने जो है बिना सोचकर जो है बनाए हुए एक एफोद जो है उन लोग जो है उसके पीछे पड़ गया और उन लोग जो है पाप करने के कारण जो है एफोद हो गया. ഓ പ്രൈസ് ദി ലോർഡ്. നമുക്കായിട്ട് ഒരു മോണ്യുമെന്റ് ഈ ലോകത്തിൽ നമ്മൾ പണിയരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് പേരിന്റെയും നമ്മുടേതായ പേരിന്റെയും പ്രശസ്തിക്കും വേണ്ടി നമുക്കൊരു എഫോദിന്റെ ആവശ്യമില്ല, നമുക്കൊരു മോണ്യുമെന്റിന്റെ ആവശ്യമില്ല, നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല, നമുക്കൊരു ഓർഗനൈസേഷന്റെ ആവശ്യമില്ല. നമ്മുടെ പേരല്ല ഇവിടുത്തെ വിഷയം, ദൈവത്തിന്റെ മഹത്വമാണെന്ന് ഇന്ന് രാത്രി കാലം വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുക. और हम जो है बीच और 2-3 बार दोहरा के जो है ये बोलना चाहते हैं कि इस दुनिया का जो है महत्व मिलने के लिए, दुनिया में हमारा नाम को छोड़ने के लिए, दुनिया हमारा नाम को जानने के लिए हमें इस दुनिया में कोई भी चीज का जरूरत नहीं है, कोई भी संस्था का जरूरत नहीं है, कोई भी याद रखने वाला कोई भी चीज बनाने का जरूरत नहीं है, कोई भी जो है याद रखने वाला योगदान देने का जरूरत नहीं है, क्योंकि परमेश्वर का महिमा को घटाने वाला कोई भी चीज हमारा जिंदगी में नहीं आना चाहिए. നമ്മുടെ മേൽ ക്രിറ്റിസിസം വരുമ്പോൾ we should thank God, പക്ഷെ നമ്മുടെ മേൽ പ്രൈസ് വരുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തിക്കോണം. പ്രൈസ് ദി ലോർഡ്. और हमें हमारे ऊपर में जो है लोग खंडन करते हैं, उस वक्त में हम परमेश्वर को उसको कबूल कीजिएगा, खंडन को कबूल करें. लेकिन जब लोग हमें जब सराहते हैं उस वक्त में हम नम्र करके परमेश्वर को आदर करना है. ഓ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഗിദെയോൻ ചെറുതായിട്ടൊന്ന് അതിലങ്ങ് മയങ്ങിപ്പോയി. അതിലൊന്ന് മയങ്ങിപ്പോയി. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഗിദെയോൻ പറയുകയാണ്, എനിക്കൊന്നും വേണ്ട,
പക്ഷെ നിങ്ങളുടെ സ്വർണമൊക്കെ എനിക്ക് തന്നാൽ നന്നായിരിക്കും. और गिदोन जो है उतना जो है बात जब इसराइली बोला उसको थोड़ा सा जो है अच्छा लगा गिदोन को. गिदोन सोचा कि हम कुछ बन गया है और इसलिए गिदोन जो है इसराइलियों से बोल रहा है हमें ज्यादा कुछ देने की जरूरत नहीं है, सिर्फ जो है आपका सोना का बालियम हमें दे दीजिएगा. ഓ ഇമോഷണലായി നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന താത്താന്റെ തന്ത്രങ്ങൾ നമ്മൾ അറിയാതെ പോകരുത്. സോളിഷായിട്ട് നമ്മുടെ വികാരങ്ങളെ കുത്തിയുണർത്തുന്നതായ കാര്യങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ അതൊരു പക്ഷെ പ്രകീർത്തിയായിരിക്കാം, ഒരു പക്ഷെ പ്രശംസയായിരിക്കാം, എന്നാൽ അതിനെല്ലാം ഡിസേൺ ചെയ്യുവാനായിട്ടുള്ള ഒരു കഴിവ് ദൈവം നമുക്ക് ഈ ദിവസങ്ങൾ തരുമാറാകട്ടെ. അതിനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് ഇടയായി. और जो है आपको समझना चाहिए आप भावनात्मक होके जो है पाप करने का अलग अलग वक्त आपका जीवन में आएगा तो कभी भी उसमें नहीं फंसना है. लोग आपको सराहते हैं, लोग आपके बारे में अच्छा बोलते हैं और आपको भावनात्मक होने का अलग अलग मौका जो मिल जाता है, उसमें पाप करने का मौका जो मिल जाता है, कभी भी उसमें नहीं जाना चाहिए और उससे जो है अलग रहने की एक ताकत प्रभु आपको देने पाए. അതുപോലെ എക്സ്പെഷ്യലി മിനിസ്ട്രിയിൽ നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് വളരെ താഴ്മയോട് പറയുവാനായിട്ടുള്ളത്, മിനിസ്ട്രി സ്റ്റാൻഡ് പോയിന്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീണുപോയിട്ടുള്ളത് അവരുടെ താഴ്ചയിലോ അവരുടെ കഷ്ടതയിലോ ഒന്നുമല്ല, അവരുടെ ഉന്നതിയിൽ, അവർക്ക് ലഭിച്ച ബഹുമതിയിൽ, ലൈം ലൈറ്റ് അവരുടെ മേൽ വീണപ്പോൾ they were not able to stand, they fell down. Hallelujah. और मैंने जो लोग सेवा करते हैं, सेवकाई करना चाहते हैं, आप लोग के लिए मैंने ये बोलना चाहते हैं कि वे लोग जो है पाप में गिरने का वक्त जो है उस वक्त में हुआ था कि जब वे लोग जो है नम्र होकर रहने का वक्त में नहीं था, वे लोग नीचे में रहने का वक्त में नहीं था, मगर लोग उस पर ध्यान करने लगा. वे लोग जो है अपना नाम जो है ऊंचा जब करने लगा और लोग जो है उसको जानने लगा और मिनिस्ट्री में वे लोग जो है महान जब होने लगा, उस वक्त में उन लोग जो है गिरना आरंभ हुआ या उन लोग का गिरना जो है उन लोग का जिंदगी में वे लोग गिरा. രണ്ടാമത്തെ പാഠം, ഒന്നാമത്തെ പാഠം, we should be extremely cautious when limelight fall on us. Number 2, always seek the will of God, don't lean over understanding. നമ്മുടേതായ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. എപ്പോഴും ദൈവത്തിന്റെ ഹിതം നമ്മൾ ആരായുന്നവരായിരിക്കണം. और दो बात मैंने बोल दिया. पहला चीज, लोग आपके ऊपर में ध्यान करने के वक्त में आप विशेष करके जो है परवाह रखिएगा, और दूसरा, कभी भी आप अपना जो है निर्णय को जिंदगी में नहीं लेना. जो निर्णय आप करते हैं, जो आप माने परमेश्वर के राज्य के बारे में हो या आपके लिए हो, वो कभी भी आपका निर्णय नहीं होना चाहिए, मगर प्रभु से पूछ कर करने वाला एक निर्णय होना चाहिए. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, യോർദാൻ കടന്നതുപോലെ അല്ല, റെഡ് സീ കടന്നതുപോലെ അല്ല യോർദാൻ കടക്കേണ്ടത്, അല്ലേ? മറ്റു സ്ഥലങ്ങളിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ അല്ല എരിഹോവിന്റെ രീതി. എരിഹോ എങ്ങനെ അവർക്ക് ദൈവം പ്രവർത്തിച്ചു അതുപോലെ എല്ലാ മിദ്യാനരോട് യുദ്ധം ചെയ്യേണ്ടത്. ഇത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ശിംശോൻ ആ സമയത്ത് ദൈവത്തോട് ഒരു പർട്ടിക്കുലർ ആലോചന ചോദിക്കേണ്ടതിന് പകരം അവൻ മുന്നോട്ട് പോയി. ഒരു പക്ഷെ അവന്റെ മനസ്സിൽ നല്ല ഉദ്ദേശമായിരിക്കാൻ നമുക്കറിയത്തില്ല, പക്ഷേ അത് കണിയായി സംഭവിച്ചു. आपको मालूम है कि जैसे लाल समुद्र पार हुआ वैसे नहीं है वे लोग यर्दन को पार हुआ है, और जैसे यर्दन पार हुआ वैसे नहीं है वे लोग जो है मिद्यान के साथ युद्ध के लिए गया है, क्योंकि एक एक समय में एक एक समस्या के सामने परमेश्वर का जो है एक एक सलाह लोग प्राप्त करके जैसे प्रभु ने बोला वैसे ही ये लोग चलते रहता था. जो अभी जो है क्या हुआ, गिदोन जो है एक कार्य जो अच्छा किया है, हो सकता है भलाई के लिए किया होगा, लेकिन वो फंदा का रूप में बदल गया, क्योंकि उसके लिए उन्होंने परमेश्वर का राय को नहीं मांगा या नहीं पूछा. യോശുവയുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിച്ചു. യെരിഹോവിന്റെ വിജയത്തിന്റെ ആഹ്ലാദ തിമർപ്പിൽ ആയിയോട് നേരിടേണ്ടി വന്നപ്പോൾ യോശുവ യഹോവയോട് ചോദിച്ചില്ല, അതിനൊരു 5,000 5,000 പേരോ 6,000 പേരൊക്കെ പോയാൽ മതി, മുഴുവൻ സൈന്യം പോകേണ്ടതായ കാര്യമില്ല, ആയി ഒരു ചെറിയ പട്ടണമല്ലോ എന്ന് പറഞ്ഞു പോയി. എന്തോ സംഭവിച്ചു? ചെറിയതായ പട്ടണത്തിന് മുമ്പിൽ ഇസ്രായേൽ തോറ്റു തുന്നം പാടി. और इस प्रकार के एक समस्या हाई जो है शहर को जीतने के वक्त में यहोशू को भी हुआ, क्योंकि यरीहो को उन्होंने जो है जीतने के बाद बहुत विजय का सोच के साथ ये लोग
हाई शहर को कब्जा करने के लिए गया और सोचा कि हाई तो एक छोटा शहर है, उसको कब्जा करने के लिए सारा सेना जाने की जरूरत नहीं है, 4 या 5,000 जन जाना काफी है। लेकिन ये लोग जो है 5,000 जन के साथ गया, लेकिन हाई शहर के सामने, हाई सेना के सामने इन लोगों को हार के वापस जो है लौटना पड़ा। ഓ പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നെടുമ്പാട് കരഞ്ഞു. യഹോവ ചോദിച്ചു, ഇന്നലെ അത് കരഞ്ഞായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ. और सवेरे यहोशू जो है रोते हुए परमेश्वर के करीब जो है मुंह का बल गिर के प्रार्थना करने लगा, और परमेश्वर ने हो सकता है ही पूछा होगा कि हाई शहर में जाने से पहले तुम पूछ सकता तो इसी प्रकार का समस्या नहीं होता, तुम नहीं पूछा। ഓ ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, നീ അത് മനസ്സിലാക്കുന്നില്ല നേതാവേ, നീ അത് മനസ്സിലാക്കുന്നില്ല. യഹോവയ്ക്ക് പ്രവർത്തിപ്പാനായിട്ട് ഒരു സന്ദർഭമുണ്ട്, ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് മനസ്സിലാക്കുവാൻ നീ നെടുമ്പാട് വീഴണം. അതായി ആണെങ്കിലും എരിഹോവാണെങ്കിലും ഒരു വിഷയമുള്ള കാര്യമല്ല. പ്രിൻസിപ്പിൾ പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിൽ വേണം ഞാൻ പ്രവർത്തിക്കുവാൻ. അത് മനസ്സിലാക്കാതെ നിനക്ക് പോയല്ലോ യോശുവ. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, അത് നീ അറിയുന്നില്ലല്ലോ. और जो है होशू से परमेश्वर ने ये बोला होगा कि मेरे जो है एक स्तर के आधार पर कार्य करने वाला व्यक्ति है कि इस्राएली जो है पाप किया हुआ है, तुम उसको नहीं जान रहा है। तुम जो है इस्राएली जो है अपना प्रमाण से जो है परमेश्वर ने दिया हुआ जो है अलग अलग नियमों को तोड़ दिया है, तुम उसको नहीं जानते हुए तुम आगे बढ़ रहा है। तुमको उसको भी जानने की जरूरत था होशू। ഓ പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പാഠം നമ്മൾ പഠിക്കുകയാണ്. ഓൾവേസ് സീക്ക് ദ വിൽ ഓഫ് ഗോഡ്. ഓൾവേസ് സീക്ക് ദ വിൽ ഓഫ് ഗോഡ്. ഡോണ്ട് ലീൻ ഓൺ അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ദ പാസ്റ്റ്. നമ്പർ 3, दूसरा जो है शिक्षा हम लोग यही सीख रहा है, कभी भी अपना जो है बुद्धि को, अपना जो है ज्ञान के ऊपर में भरोसा नहीं रखना, हमेशा परमेश्वर का इच्छा को खोजना। जिंदगी का हर निर्णय में प्रभु का इच्छा को आपने खोजना। മൂന്നാമതായിട്ട് ഗിദെയോന് നമ്മളോട് പറയുവാനായിട്ടുള്ളത്, റിമെമ്പർ യുവർ ഹംബിൾ ബിഗിനിങ്, ഹെൽപ്ലെസ് പാസ്റ്റ്. നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന ആദ്യത്തെ പോയിന്റ് നമ്മൾ മറക്കരുത്. ഗിദെയോനെ, ഈ ഒഫ്രയിൽ വെച്ചാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. താഴ്മയോടെ നിനക്കത് നോർക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ഹംബിൾ ബിഗിനിങ്, നമ്മളെ വെട്ടിയെടുത്ത പാറയിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹെൽപ്ലെസ് പാസ്റ്റ്. ഹല്ലേലൂയ. और जो है गिदोन को एक और बात मुझे ये बोलना है कि गिदोन, जहां पे ओपरा में तुम्हें जो है परमेश्वर ने चुना, उस जगह के बारे में तुमको याद होना जरूरी था। इसी प्रकार हम लोग को भी जो है अगला पॉइंट मैंने ये बताना चाहते हैं, परमेश्वर ने हमें बुलाया हुआ पुराने अवस्था के बारे में हमें याद होना चाहिए। जिस नम्रता से, जिस दीनता से परमेश्वर ने हमें बुलाया, उस बुलाहटों को हम समझना चाहिए, और हम पुराना अवस्था के बारे में कभी सोचकर भी परमेश्वर को धन्यवाद करना चाहिए। ഓ വിജയത്തിന്റെ മാസ്മല ലഹരിയിൽ നമ്മളായിരിക്കുമ്പോൾ റിമെമ്പർ ദ പാസ്റ്റ്, റിമെമ്പർ ദ പാസ്റ്റ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതായ സ്ഥലത്തേക്ക് നമ്മുടെ ഓർമ്മയൊന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. റിമെമ്പർ അവർ ഹംബിൾ ബിഗിനിങ്. हालेलुया. और हम लोग जो है विजय का, जय का ऊपर में जब है जो है हम लोग विराजमान होने के वक्त में, हम जो है जहां से परमेश्वर ने हमें चुना है, जहां से परमेश्वर ने हमें बुलाया है, नम्रता के साथ हम उसी को भी याद रखना, याद करना बहुत जरूरी होता। Praise the Lord. Hallelujah. ഗിദെയോനെ, നീ നിന്റെ ബിഗിനിങ് മറക്കരുത്. നിന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നീ ചോദിച്ച ചോദ്യം ഒന്നും മറക്കരുത്. യഹോവേ, എന്റെ കുലത്തിൽ ഞാൻ ഏറ്റവും ചെറുതാണ്, ഞാൻ വളരെ ബലഹീനനാണ് എന്നൊക്കെ പറഞ്ഞ നിന്റെ നിമിഷങ്ങളിൽ നിന്നെ ശക്തീകരിച്ച യഹോവയുടെ കൃപ നീ മറന്നു പോകരുത്. और इसलिए गिदोन, कभी भी तुम नहीं भूलना कि तुमने ये बोला था कि मैं जब मेरा कुल में सबसे छोटा है और तुम इतना नम्र होते हुए तुम बातचीत किया था, तो इसी प्रकार का जो है तुम्हारा जो अच्छे आदत जो होते हैं, वो आदतों को तुम कभी भूलना नहीं है। Praise the Lord. നാലാമതായിട്ട് ഗിദെയോന് നമ്മളോട് പറയാനായിട്ടുള്ളത്, be reminded that every act of us has a long lasting consequence. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി നല്ലതാകിലും തീയതാണെങ്കിലും അതിനെ തലമുറകളോളം നിലനിൽക്കുന്നതായ ഒരു കോൺസിക്വൻസ് ഉണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ, സ്വാധീനമുണ്ട് എന്ന് നമ്മൾ ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം.
एक और बात, आखिरी बात जो है मैं बुंदू मैंने में बोलना चाहते हैं कि जो निर्णय आप करते हैं उस निर्णय को आपका पीढ़ी तक जो है, मतलब अलग अलग पीढ़ी तक जो है पहुंचने का एक प्रभाव जो है होते हैं। जो निर्णय आप करेगा वो निर्णय केवल आपका जिंदगी में नहीं, अगला पीढ़ी या आने वाला कई पीढ़ी तक जो है उसका प्रभाव जो है चलते रहेगा। Today's choices are tomorrow's destiny. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നാളെ തലമുറകളെ വരെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ വാക്കുകൾ, വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന എല്ലാ തീരുമാനങ്ങൾക്കും അടുത്ത തലമുറയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗിദെയോനെ, നീ ഉണ്ടാക്കിയ ഏഫോദ് നിന്റെ കുടുംബത്തിന് മാത്രമല്ല തലമുറകൾക്ക് ഖണിയായി വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പറയാം, കർത്താവേ, ഇന്നിന്റെ എന്റെ തീരുമാനങ്ങൾ നാളത്തെ ഞങ്ങളുടെ തലമുറയുടെ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന്. और जो है एक और बात समझना चाहिए, जो निर्णय आप करते हैं वो निर्णय केवल आपके लिए नहीं, आपका पीढ़ी तक जो है उसका प्रभाव होते रहेगा। पीढ़ी जो है बिगड़ने का कारण हो सकता है, वो हो जाएगा। तो इसीलिए एक बात जो है हमें हमेशा याद रखना जरूरी है कि हमारा पीढ़ी को जो है गलत तरीके में प्रभावित करने वाला कोई भी निर्णय हमारा जीवन में नहीं होना चाहिए। और हमेशा परमेश्वर का सलाह लेते हुए हम जो है कोई भी निर्णय करें ताकि वो हमारा पीढ़ी में जो है गलत एक प्रभाव जो है डालने का कारण नहीं बनने पाए। ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ ചില അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എടുത്ത നല്ല തീരുമാനങ്ങളുടെ ചില സ്വാധീനം നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. और आज जो है हम लोग सामना करने वाला थोड़ा सा जो खुशी जो होते हैं या जो खुशी आप सामना करते हैं उस खुशी का जो है एक और कारण यही होते हैं। हो सकता है आपका माँ बाप जो है परमेश्वर को जान लिया, उन लोग जो है परमेश्वर को प्यार करते हैं, वो एक कारण हो सकता है। എന്നാൽ ഒരു കാര്യം ഞാനിന്ന് ഡോക്ടറിനലി ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത രക്ഷിക്കപ്പെടാത്തവർ ചെയ്തതായ ശാപങ്ങൾ നമ്മുടെ മേൽ വരും. അതുകൊണ്ട് രക്ഷയ്ക്ക് സാധ്യതയില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ശാപത്തെയും പാപത്തെയും എല്ലാം ക്ഷമിച്ചിരിക്കുകയാണ്, അതൊരു വാസ്തവമാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം, കർത്താവിലായതിനു ശേഷം നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾക്ക് അതിൻ്റെതായ സ്വാധീനം നമ്മൾ അടുത്ത തലമുറയ്ക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ആ തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. कहने का मतलब है नहीं है कि जो है उद्धार होने से पहले हमारा माँ बाप किया हुआ कोई भी कर्म का जो है श्राप हमारे ऊपर में आएगा, उस प्रकार नहीं बोल रहा है। मेरे कहने का मतलब यही है कि उद्धार होने के बाद हम लेने वाला अलग अलग निर्णय का प्रभाव हमारा जिंदगी भर जो है हमारे साथ रहने के कारण कोई भी निर्णय आपको लेना पड़ता है, उस निर्णय जो है परमेश्वर का बिना सलाह से नहीं लेना चाहिए। ഓ പ്രൈസ് ദി ലോർഡ്. ഗിദെയോനെ, നീ നല്ലതിനു വേണ്ടി ആയിരിക്കാം ചെയ്തത്, പക്ഷെ ദൈവാലോചനയ്ക്ക് അനുസൃതമല്ലാത്തതായതുകൊണ്ട് അത് തലമുറകൾക്ക് ഒരു കണിയായി വന്നു. ഗിദെയോന്റെ വീടിന് അതൊരു കണിയായി വന്നു. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. 4 കാര്യങ്ങളാണ് നമ്മൾ കാണുവാനിടയായിത്തീർന്നത്. और गिदೆಯೋन को ये भी समझना चाहिए कि गिदೆಯೋन जो किया है काम जो है परमेश्वर के बिना सलाह लेके करने के कारण केवल उनका जिंदगी में नहीं, उनका अलग अलग पीढ़ी तक जो है बुरे प्रभाव डालने का एक कारण बन गया है। इसी प्रकार हमारा भी जीवन में हम जो करने वाला अलग अलग हरकत जो है हमारा पीढ़ी को जो है गलत प्रभाव डालने वाला चीज नहीं होना चाहिए। ഞാൻ ഒന്നുകൂടി 4 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്നേ മതിയാകുകയുള്ളൂ. ഒന്ന്, we should be extremely cautious when limelight fall on us. നമ്മുടെ ലൈംലൈറ്റ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. और 4 बात मैंने दोहराना चाहते हैं। सबसे पहला बात, लोग आपके ऊपर में ध्यान करने के वो समय होता है, कई विजय प्राप्त करने का वक्त होता है या प्रकाशमान होने के एक समय होते हैं। उस वक्त में आपको एकदम जो है ध्यान रख के चलने का एक समय होता है। वो ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുവാനിടയായി തീരണം. परमेश्वर के सामने अपने आप को नम्र करने का वक्त होना चाहिए। वो നമ്മൾ മലയാളത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ട്, നാഥന് മുൾമുടി ചോടിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. और हम लोग जो है इस प्रकार के एक गाना गाते हैं कि यीशु मसीह को कांटे का मुकुट देने वाला संसार, तू देने वाला आदर और सम्मान में क्यों जो है लेके चलना चाहिए।
അതുകൊണ്ട് ആളുകൾ പറയുന്ന എൻകറേജ്മെന്റിൽ ദൈവത്തെ സ്തുതിക്കണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യരുതൊന്നുമല്ല. That is not the point I'm trying to make here. इसका मतलब यह नहीं है कि लोग जो आपको आदर करेगा या सराहते हैं उसको आप धन्यवाद नहीं बोलना, उस प्रकार का बात नहीं बोल रहा. Praise the Lord. രണ്ടാമതായിട്ട്, always seek the will of God. Don't lean on your understanding based on your past experience. और दूसरा बात यही है कि पुराना समय का जो है आपका अनुभव होने के कारण ये मत सोचिए कि परमेश्वर का सलाह लेने का कोई जरूरत नहीं है. परमेश्वर का सलाह हर वक्त में आपको लेना चाहिए. आपको जितना विजय पहले मिला है कि नहीं मिला है उसके आधार पर नहीं होना चाहिए. എരിഹോവിന്റെ വിജയത്തിന്റെ ലഹരിയിൽ ആയിയെ തോൽപ്പിക്കുവാൻ പറ്റുകയില്ല. यरीहो जो है आपको विजय मिला है उसकी जो है खुशी के आधार पर आपको हाई को हरा नहीं सकता. ലോകപ്രകാരം എരിഹോ ജയിച്ച വ്യക്തിക്ക് ആയിയുടെ മുമ്പിൽ ഒന്നുമല്ല. ആയിയെ തോൽപ്പിക്കാൻ ചുമ്മാ ഇരുന്നാ മതി. दुनिया के सामने जो यरीहो को शहरों को कब्जा किया हुआ लोगों को जब तुलना करेगा कि हाई शहर कुछ भी नहीं, एक छोटा शहर है लेकिन उसको कब्जा नहीं कर पाया. എന്നാൽ കിങ്ഡം വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. लेकिन परमेश्वर का राज्य उस प्रकार का काम नहीं होते हैं. മൂന്നാമതായിട്ട്, റിമെമ്പർ യുവർ ഹംബിൾ ബിഗിനിങ് ആൻഡ് ഹെൽപ്ലെസ് പാസ്റ്റ്. ദൈവം നമ്മെ തൊട്ടതായ ദിവസം, ദൈവം നമ്മെ കണ്ടതായ രാത്രി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന നമ്മെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. और पुराना अवस्था को हम लोग याद रखना, नम्र हुआ अवस्था को याद रखना, परमेश्वर ने आपको छुआ हुआ अवस्था को याद रखना. जिस अवस्था में, जिस परिवार में तुम थे, जिस अवस्था में थे, उस अवस्था से परमेश्वर ने कैसे तुम्हें छुआ और कैसे तुम्हारा जो है जिंदगी को परमेश्वर ने परिवर्तन किया, ये बातों को बारे में याद होना बहुत जरूरी है. നാലാമതായിട്ട്, be reminded that every act of us has a long lasting consequence, whether it is good or bad. നമ്മൾ ചെയ്ത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് ന്യായവിധിയിൽ ഒരു അക്കൗണ്ട് കൊടുക്കണം. എന്നാൽ ഈ ലോകത്തിലെ തലമുറകളുടെ മേലും അതിനൊരു സ്വാധീനം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ തീരുമാനങ്ങൾ ടുമോറോസ് ഡെസ്റ്റിനിയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം ദൈവസന്നിധിയിൽ താഴ്ത്തിയിട്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുവാൻ. तो आप जो है आखिरी बात ये बोलना चाहते हैं, बहुत गंभीरता के साथ नम्र होकर ही आपको जो है अलग अलग निर्णय लेना पड़ता है, क्योंकि आप जो करने वाला निर्णय जो है पीढ़ी से पीढ़ी तक जाने वाले के निर्णय हो सकता है. वहां पे प्रभावित हो जाएंगे. आपका कर्म, आपका क्रिया जो है आपका पीछे आ जाएंगे. वो आपका जो है अंतिम न्याय का समय में होने वाला चीज है. लेकिन हम उसके बारे में नहीं बोल रहा है कि हम ये बोलना चाहते हैं, दुनिया में रहने के वक्त में अलग अलग निर्णय अगर परमेश्वर के बिना आदेश के आधार पर हम करेगा, उस निर्णय जो है कई पीढ़ी तक जो है गलत तरीका में चलते जाएगा. ഇനിയുള്ള 7 നിമിഷങ്ങൾക്കുള്ളിൽ 4 വ്യക്തികളെ, ഒരുപാട് പേരുണ്ട്, 4 വ്യക്തികളെ പെട്ടെന്ന് നിങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവരാം. और मैंने जो है 4 लोगों को भी आपके सामने प्रस्तुत करके मैं समाप्त करना चाहते हैं. ഇവരോട് നമ്മളൊന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ അവർ പറയും, വാട്ട് ഈസ് വൺ തിങ് ഇൻ യുവർ ലൈഫ് യു കുഡ് ഹാവ് അവോയ്ഡഡ് എന്ന് ചോദിച്ചാൽ ഈ 4 പേർക്കും പറയാനായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. ये 4 जन से अगर हम लोग पूछेंगे, सवाल पूछेंगे कि भाई लोग आपका जिंदगी से आपको हटाना चाहते हैं, कोई भी एक चीज बताइएगा, तो ये लोग को बोलने के लिए बहुत सारा चीज रहता है. മോശയോട് ചോദിച്ചാൽ പറയും, ലിസൺ ടു ബി വെരി കെയർഫുൾ, ഐ ഷുഡ് നോട്ട് ഹാവ് സ്ട്രക്ക് ദ റോക്ക് ട്വൈസ് ഇൻസ്റ്റെഡ് ഓഫ് സ്പീക്കിംഗ് ടു ഇറ്റ്. ഞാൻ ആ പാറയെ 2ാം പ്രാവശ്യം ഞാൻ പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞതിന് അടിക്കലായിരുന്നു. അത് ഭയങ്കരമായ ഒരു സംഭവമായി മാറി. और मूसा से पूछेगा तो मूसा ये बोलेंगे कि चट्टान को जो है मुझे आज्ञा देने के लिए कहा था, लेकिन मैंने उसको 2 बार मार दिया. 2 बार मारने का जरूरत नहीं था, उसको जो है मुझे छोड़ सकता था. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ 7 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. മോശയോട് പറയുകയാണ്, സ്പീക്ക് ടു ദ റോക്ക്, സ്പീക്ക് ടു ദ റോക്ക്. हम जो है गिनती का किताब 7वां अध्याय में हम लोग पढ़ते हैं, वहां पे परमेश्वर मूसा से कह रहा है कि तुम जो है उस चट्टान को आज्ञा देना. എന്നാൽ മോശ ചെയ്തത്, മോശ പാറയെ അടിച്ചു. लेकिन मूसा ने क्या किया? मूसा ने उस पत्थर को मार दिया. എന്ത് ചെയ്തു? 2 പ്രാവശ്യം അടിച്ചു. क्या किया? 2 बार उसको मार दिया.
യഹോവയുടെ കോപം അവന്റെ മേൽ ജ്വലിച്ചു. परमेश्वर का क्रोध उसके ऊपर में आ गया. ഒന്നാമത് നീ അടിച്ചു, എന്നാൽ രണ്ടാം പ്രാവശ്യം നിന്നോട് കൽപ്പിക്കാൻ പറഞ്ഞു. एक बार तुम मार दिया, दूसरा बार मैंने उसको आज्ञा देने के लिए तो कहा था. എന്നാൽ മോശയോട് ചോദിക്കുകയാണെങ്കിൽ മോശ പറയും, that one thing I could have avoided. Hallelujah. और मूसा से पूछेगा तो मूसा बोलेंगे, दूसरा बार जो मैंने मारा है उसको मुझे मैंने नहीं मारना चाहिए था. ഓ, ഞാൻ ഒന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഇത് തലമുറകളുടെ മേൽ വരുന്ന സ്വാധീനം. ഇന്നും ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ആലോചിക്കണം, വർഷങ്ങൾക്ക് മുൻപ് നടന്നതായ ഒരു സംഭവം, മോശയുടെ ജീവിതത്തിലെ ഒരു കറുത്ത കുത്ത്. और काफी साल पहले हुआ मूसा का जिंदगी के एक बात जो है अभी भी मूसा के जीवन में एक दाग का रूप में जो है बदल दिया. Praise the Lord. हालेलुया. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, मुझे सुनने वाला भाइयों बहनों, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? This could have been avoided. This could have been avoided. This could have been avoided. हमारे जीवन में ऐसे कोई चीज है जो आप सोचते हैं या आप जिंदगी में सोचते रहते हैं, इसको मैंने ये होना नहीं था, ये मेरे जीवन में होना नहीं था, इसको हटा सकता था, मैंने नहीं किया, इसको होना नहीं था. എന്റെ ജീവിതത്തിലുണ്ട്. मेरे जीवन में है. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു. मैं प्रभु से माफी मांग लिया. ഹല്ലേലൂയ. आमीन. അഹരോനോട് ചോദിച്ചാൽ, हारून से पूछेंगे, I should not have made the golden calf when people asked for it. वो बोलेगा कि मुझे सोने का जो है बिचड़ा का मूर्ति बनाने का जरूरत नहीं था. ജനങ്ങൾ എന്റെ മേൽ പ്രഷർ ഇട്ടപ്പോൾ, സ്വാധീനിച്ചപ്പോൾ, നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ കാളക്കുട്ടിയെ ഉണ്ടാക്കരുതായിരുന്നു. ओ हारून ने बोलेंगे कि लोग मेरे ऊपर में जब दबाव देने लगा कि मैंने जो है उस प्रकार के को बछड़ा का मूर्ति को नहीं बनाना चाहिए था. ഓ, മഹാപുരോഹിതനായ അഹരോൻ പറയും, അയ്യോ ഞാൻ അത് ചെയ്യരുതായിരുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. Exodus chapter 32 verse 1 to 4. और निर्गमन का किताब 32 अध्याय 1 से 4 तक जो है हम लोग पढ़ेगा तो पता चलेगा कि वहां पे क्या लिखा हुआ है इस विषयों के बारे में. When the people saw that Moses was so long, അവർ പറയുകയാണ്, come make us gods. നമുക്ക് എന്ത് ചെയ്യാം? ദൈവങ്ങളെ ഉണ്ടാക്കാം. ഞങ്ങളുടെ ദൈവത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. और जो है वे लोग मूसा जो है पहाड़ के ऊपर से आने में विलंब हुआ कि वे लोग सोचा कि मूसा का मृत्यु हुआ, इसलिए वे लोग सोचा कि हमें अपना जो है कोई परमेश्वर को बनाए, क्योंकि वे लोग क्या बोल रहा है नहीं मालूम था इन लोगों. ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, എന്നിട്ട് കാളക്കുട്ടിയോട് പറയുന്ന വാചകങ്ങൾ എങ്ങനെയാണ്? These are your gods, Israel, who brought you out of Egypt. और एक बछड़े का एक जो है मूर्ति को बनाया, और मूर्ति को बनाने के बाद उस मूर्ति से कह रहा है कि यही मूर्ति तुम्हें जो है मिस्र देश से इसराइल में लाया है. അതെന്തൊരു അപരാധമാണ്! ഇനി മുതൽ നിങ്ങളെ നടത്താനുള്ള ദൈവമാണ് ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മാന്യത ഉണ്ടായിരുന്നു. और ये क्या गलत बात है, क्योंकि अगर अभी से लेकर परमेश्वर तुम्हें जो है चला सकता है, अभी से लेकर जो है तुम्हें चलने वाला यही है, बोलने से कुछ अच्छा तो लग जाता. മിസ്രൈമിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്ന യഹോവ മരിച്ചുപോയി, ഇനി ആ ദൈവം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ കാളക്കുട്ടി നമ്മെ നയിക്കുമെന്ന് പറഞ്ഞാലെങ്കിലും ഒരു ചെറിയൊരു മാന്യത. तो ये भी बोल सकता था कि मिस्र से जो है परमेश्वर हमें लाया था, वो परमेश्वर का मृत्यु हो गया, इसलिए अब से जो है ये बछड़े का जो है मूर्ति हमें लेके जाएंगे, उस प्रकार कम से कम बोल सकता था. എന്താ അവര് പറഞ്ഞത്? അയ്യോ, ഞങ്ങളെ അവിടുന്ന് കൊണ്ടുവന്നതും ഈ കാളക്കുട്ടിയായിരുന്നു. എന്തൊരു അപരാധമാണെന്ന് നോക്കിക്കോട്ടെ. तो वे लोग जो है क्या बोला कि वे लोग जो है ये बोला कि हमें मिस्र देश से छुड़ाकर जो लाया है वो भी इस बछड़े का जो है मूर्ति है. इसी प्रकार ദൈവത്തിനെതിരെയുള്ളവരുടെ ആരോപണം, ജീവനുള്ള ദൈവത്തിന് നേരെയുള്ളവരുടെ ആരോപണം, അഹരോനെ ഇത് ഒഴിവാക്കാമായിരുന്നു. This could have been avoided in your life. देखिए, जो जिंदा परमेश्वर का विरोध में वे लोग किया हुआ जो है अपराध को देखिएगा कि हारून से पूछेगा तो हारून बोलेंगे इसको जो है नहीं होना चाहिए था. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം ഇത് കേൾക്കുമ്പോൾ
ഓ മിസ്രൈമിൽ നിന്ന് ഒരു ആദിജാതിനെ പോലും മരിക്കാതെ, ഒരു വ്യക്തി പോലും മരിക്കാതെ അവർ അത്ഭുതകരമായി അവിടെ നിന്ന് കൊണ്ടുവന്ന യഹോവയോട് അവർ പറയുകയാണ്, നീ മരിച്ചുപോയി, ഞങ്ങളെ കൊണ്ടുവന്നത് ഈ ജീവനില്ലാത്ത കാളക്കുട്ടിയാണെന്ന് പറയുന്ന ഒരു അപരാധത്തിലേക്ക് അവരെ നയിപ്പാനിടയായിത്തീർന്നു. ആരോൺ, യു ഷുഡ് ഹാവ് അവോയ്ഡഡ് ഇറ്റ്. परमेश्वर को कितना दर्द हुआ होगा कि एक कोई भी जो है इसराइल का पहला उठा जो है नहीं मरते हुए उन लोगों को वहां से छुटकारा देके जो है लेके आया हुआ जो है परमेश्वर को भूल जाते हुए इसराइल लोग बोल रहा है कि हम लोग को जो है मिस्र देश से लाया हुआ जो है ये मूर्ति है, और ये जो है मूर्ति को हारून जो बना के दे दिया, और हारून को इस मूर्ति बनाने का काम से जो है काम नहीं होना चाहिए था. ദാവീദിനോട് ചോദിച്ചാൽ, I should not have stayed back at palace not going for the battle. യുദ്ധത്തിന് പോകാതെ കറങ്ങി തിരിച്ച് ഞാൻ കൊട്ടാരത്തിൽ ഇരിക്കരുതായിരുന്നു എന്ന് ദാവീദ് പറയും. दाऊद से पूछेगा तो दाऊद बोलेंगे, हाँ ठीक है, जहां पे लड़ाई हो रहा है हमको लड़ाई में जाना चाहिए था, हम जो है आलसी होकर घर के ऊपर में टहलना नहीं चाहिए था. 2 ശമൂവേൽ 11-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അതാണ് ദാവീദിന്റെ പാപത്തിന്റെ തുടക്കം. दूसरा शमूएल 11 अध्याय जो है आप लोग पढ़ना चाहिए. वो जो है अध्याय है दाऊद का पाप का शुरुआत. നിങ്ങളുടെ വീഴ്ചയ്ക്ക്, നിങ്ങളുടെ ജീവിതങ്ങളിൽ പരാജയങ്ങൾക്ക് തൊട്ട് മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. അതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. आपका जो है पराजय का, आप जो है गिरने का जो है तुरंत जो है उससे जो है एकदम तुरंत पहले होने वाला चीज जो होते हैं उसी को आपको अवॉइड करना चाहिए. അതൊരു പക്ഷേ നല്ല കാര്യമായിട്ട് തോന്നിയേക്കാം. ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയല്ലേ, മനോഹരമായ ഒരു കാളക്കുട്ടിയെ അല്ലേ, യുദ്ധത്തിന് പോകേണ്ടത് പകരം ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുത്തു, അത്രയല്ലേ ഉള്ളൂ. क्योंकि आपने जो है बिचलातों को बनाया है, उसमें क्या गलती है? मैंने जो है लड़ाई में तो नहीं किया, लेकिन मैं तो आराम कर रहा है, इस प्रकार का सोच में जो है उसको मक्खन लगा सकता था. അതിന് മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ അതിൽ തന്നെ പാപമല്ലാത്ത പ്രവൃത്തിയായിരിക്കാം. നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. और उससे पहले हुआ जो है अलग अलग कार्य हो सकता है, पाप का जो है कारण नहीं हुआ होगा. അല്ല, പാപത്തിന്റെ കാരണമായി തീർന്നു, പക്ഷെ അതിൽ തന്നെ ഒരു പാപമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. और वो पाप का कारण बन गया है, लेकिन उसके अंदर में जो है वो पाप नहीं है. ഒരു എക്സാമ്പിൾ, മട്ടുപ്പാവിൽ ഉലാവുന്നത് പാപമാണോ? उदाहरण के लिए आपने जो है छत के ऊपर में जो टहल रहा है, क्या उसमें कोई गलती है क्या? പാറയെ ചുമ്മാ അടിക്കുന്നത് പാപമാണോ? एक चट्टान को जो है 2-3 बार मार देते हैं, क्या कोई पाप है क्या? Oh, praise the Lord. Hallelujah. Let's be very careful. The last action before the sin occurs, the last action. Hallelujah. Amen. അത് നമ്മൾക്ക് അവോയ്ഡ് ചെയ്യണം. This could have been avoided, Gideon. और जो है आपने जो है करने वाला आखिरी जो है प्रवृत्ति को आप ध्यान कीजिएगा. जो है आप गिरने से पहले करने वाला जो आखिरी प्रवृत्ति, उस प्रवृत्ति को आपको छोड़ सकता था, या उसको आपका जीवन में आने के लिए मौका ही नहीं देना चाहिए था. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, എന്നെ ഞാൻ കർത്താവിനെ തള്ളിപ്പറയുമെന്നുള്ള വാണിംഗ് ലഭിച്ചിട്ടും ഞാൻ ആ സഹോദരിയുടെ മുമ്പിൽ അവനെ തള്ളിപ്പറയുവാനായിട്ടിടയായി. पत्रोस से पूछेगा तो पत्रोस बोलेंगे, मुझे तो यीशु मसीह वार्निंग दिया था कि जो है मैंने 3 बार इनकार करेंगे, लेकिन उसके बावजूद भी उस बहन के सामने, उस जो है औरत के सामने मुझे यीशु मसीह को इनकार करना पड़ा. ആ സമയത്ത് ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ആയിരിക്കണമായിരുന്നു. उस वक्त में मुझे यीशु मसीह के करीब रहना चाहिए था. ഞാൻ അകലം വിട്ട് പിഞ്ചെന്ന് ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഡിഫറെന്റ് രീതിയിൽ കണ്ടതുകൊണ്ട് ഞാൻ ചെന്നുപെട്ട സ്ഥലം അവിടെ വെച്ച് ഞാൻ തള്ളിപ്പറയേണ്ടി വന്നു. और मैंने जो है उसके साथ जाने के अलावा मैंने जो है एक दूरी बनाकर जो है उसको पीछे कर दिया, पीछे हो लिया, और जहां पे मैंने पहुंच गया उस जगह भी जो है थोड़ा अजीब का था, इसलिए मुझे यीशु मसीह को इनकार करना पड़ा 3 बार. ഓ പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. मैंने यहाँ पे समाप्त करने चाहता. ബിസിനസ് വളരെയധികം ഉയർച്ച പ്രാപിച്ച ഒരു വ്യക്തിയാണ് വാരൻ ബഫറ്റ്. वारन बफेट करके एक व्यक्ति है जो अपना बिजनेस में, अपना व्यापार में बहुत उन्नति प्राप्त किया हुआ एक व्यक्ति है. ബിബ്ലിക്കൽ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അദ്ദേഹം തന്റെ ജീവിത അനുഭവത്തിൽ നിന്നും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. और वो जो है एक बात अपना भाषण में जो बोला, वो उस प्रकार का एक बात है जो बिब्लिकल नहीं है. It takes 20 years to build a reputation.
and 5 minutes to ruin it. If you think about that, you will do things differently. उन्होंने ये बात बोला कि आपको एक चीज खड़ा करना है तो आपको 20 साल लगेगा, लेकिन अपना नाम को बदनाम करना है तो आपको 5 मिनट काफी है। और इसलिए उन्होंने बोला कि आप जो है ये सोच के आधार पर अपना जिंदगी को मोड़ना पड़ेगा। Praise the Lord. പൗലോസിനോട് ചോദിക്കാം. പൗലോസ് ഇങ്ങനെ പറയും, I have fought the good fight. I have finished the race. I have kept the faith. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അവിടെയെല്ലാം ഒരു കംപ്ലീഷന്റെ, ഒരു ഫിനിഷിംഗിന്റെ ധ്വനി അവിടെയുണ്ട്. ഇനി ജീവന്റെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. पौलुस से पूछेगा तो पौलुस से बोलेंगे कि मैं जो है अच्छा कुश्ती लड़ा है, मेरा दौड़ जो है मैंने पूरा किया है। वहां पे जो कुछ बोलेगा पौलुस बोल रहा है पूरा हो गया, माने लड़ गया है, माने एक पूर्तिकरण का बात वहां पे हो गया है। और उसके बाद जो है पौलुस बोल रहा है अब मेरे लिए एक मुकुट रखा हुआ। हालेलुया। എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, let us pray that we will finish well. मुझे सुनने वाले भाइयों बहनों, हम लोग ये सोचना चाहिए, विश्वास करना चाहिए कि मैं जो है एक सही अंत में ही इस दुनिया से चले जाएंगे। ഞാൻ പലരുടെയും ഈ ദിവസങ്ങളിലൊക്കെ പല ദേവദാസന്മാരുടെ ഫ്യൂണറലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കേൾക്കുന്നതായ ഒരു ശബ്ദം, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. और अलग अलग समय में हम लोग अलग अलग लोगों का मृत्यु को जो देखने के वक्त में एक चीज जो है वहां पे बार बार बोला जाता है कि ये बोला जाता है कि हम लोग अच्छा कुश्ती लड़ा है, अच्छा दौड़ हम लोग दौड़ा है। നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഗിദിയോനെ പോലെ നമുക്കൊരു കാര്യം ഉണ്ടാകരുത്, this could have been avoided. और हमें इस दुनिया को छोड़ के जाने के वक्त में ये सोच के साथ हम नहीं जाना चाहिए कि मेरा जीवन में उस प्रकार का गलती होना नहीं चाहिए था। ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. प्रभु के सामने हम अपने आप को नम्र कराएंगे। കർത്താവേ, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്ത്. प्रभु अच्छा कुश्ती लड़के, अच्छा दौड़ के विश्वास का जो है और विश्वास को धामे रखने के लिए നീതിയുടെ കിരീടം എനിക്കായി നീ തരണമേ. और वो धार्मिकता का जो है मुकुट आप मुझे दे दीजिए खुदा। This could have been avoided. ये जो है नहीं होना चाहिए था, हटा सकता था। ഗിദിയോന്റെ ജീവിതത്തിൽ സംഭവിച്ചു. गिदोन के जीवन में इस प्रकार का घटना हुआ। ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. दाऊद का जीवन में इस प्रकार का घटना हुआ। മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചു. मूसा का जीवन में इस प्रकार का घटना हुआ। അഹരോന്റെ ജീവിതത്തിൽ സംഭവിച്ചു. और उनके जीवन में इस प्रकार का घटना हुआ। പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. और उसका जीवन में भी हुआ। നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. हमारा जिंदगी में कम से कम इस प्रकार का घटना नहीं होने चाहिए। നമ്മുടെ കഴിവുകൊണ്ട് സാധ്യമല്ല. आपका सामर्थ्य जो है आपको खड़ा नहीं हो सकता है। ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. प्रभु का जो है अनुग्रह को हम मांगे। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. इस वचन के साथ परमेश्वर ने हमें आशीष करे। ആമേൻ. Amen. Hallelujah. Thank you, Brother Simjan, for the wonderful message. May God